നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫെയറിൻ്റെ ദിവസമാണ്. റാപ്പിഡ് ഫെയർ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ തന്നെ പറയുന്ന പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തെപ്പറ്റിയുള്ള എന്ത് കാര്യങ്ങളും, ആശങ്കകളായാലും അതുപോലെ തന്നെ അഭിമാനമായാലും എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അതും എല്ലാം പറയാൻ പറ്റുന്നൊരു വേദിയാണ് റാപ്പിഡ് ഫെയർ. അപ്പോൾ നമുക്ക് ഇന്ന് റാപ്പിഡ് ഫെയറിൽ വന്നിരിക്കുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ റാപ്പിഡ് ഫയർ പ്രോഗ്രാമിൽ ആദ്യമായിട്ടൊരു ഹ്യുണ്ടായി കറ്റ EV വന്നിരിക്കുകയാണ്. വണ്ടി തിരുവനന്തപുരത്ത് നിന്ന് ഓടി വരുന്ന വഴിയാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ കുറച്ച് പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമസ്കാരം. പേര്? ഗോപു. എന്ത് ചെയ്ത് ഗോപു? ഞാൻ H&R ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്, ടെക്നോ പാർക്ക്, തിരുവനന്തപുരത്ത്. ശരി. അപ്പോൾ ഇവിടുത്തുകാരനാണോ? ഇവിടുത്തുകാരനാണ്. അപ്പോൾ ഞാനിങ്ങനെ വർക്ക് ഫ്രം ഹോം ഇതൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നുകൊണ്ടിരിക്കും. ശരി. അപ്പോൾ ആദ്യമായിട്ടാണോ ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങിക്കുന്നത് ജീവിതത്തിൽ? അതെ, ആദ്യമായിട്ടാണ്. എന്തുകൊണ്ടാണ് ഇലക്ട്രിക്കിലേക്ക് പോകാൻ? ഈ തിരുവനന്തപുരം എറണാകുളം ഓട്ടോ ഉള്ളതുകൊണ്ടാണോ അങ്ങനെ ആലോചിച്ചത്? എൻ്റെ വൈഫ് ഹൗസ് തൃശ്ശൂരാണ്. ഇവിടെ ഇതാണ്. അപ്പോൾ ട്രിവാൻഡ്രം പോക്കും ഇതുമായിട്ട് ഞാനൊരു ഡീസൽ വണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ക്ലച്ചും ഇതൊക്കെ ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. സിറ്റിയിൽ കൂടി ഓടിക്കുന്നത്, ഞാൻ എടപ്പള്ളിയിലാണ് എൻ്റെ സ്വദേശം. അപ്പോൾ അവിടെ കൂടെയൊക്കെ ഓടിച്ച കാക്കനാട്ട് എടപ്പള്ളിയൊക്കെ ഓടിക്കുമ്പോഴേക്കും ഇല്ലേ, ക്ലച്ച് ചവിട്ടി ഒരു പരിപാടി. അത് ഹ്യുണ്ടായുടെ തന്നെ വെന്യൂ ആയിരുന്നു. പക്ഷേ നല്ല മൈലേജ് കിട്ടി കാണും. നല്ല മൈലേജ് ഉണ്ടായിരുന്നു. നല്ല മൈലേജ് എന്ന് പറഞ്ഞാൽ നല്ല മൈലേജ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരുന്നു അത് വെച്ചോണ്ടിരുന്നത്. പിന്നെ ഈ ക്ലച്ചിൻ്റെയും പിന്നെ എനിക്ക് ചെറിയ ബാക്ക് പെയിൻ്റെ ഒരു ഇഷ്യൂ ഒക്കെ വന്നപ്പോഴാണ് പിന്നെ ഓട്ടോമാറ്റിക്കിലേക്ക് മൂവ് ചെയ്യാന്നുള്ളത്. പിന്നെ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഹ്യുണ്ടായിൽ തന്നെ നിൽക്കുമ്പോൾ ഹ്യുണ്ടായുടെ കാര്യങ്ങൾ അറിയാമല്ലോ, നല്ല റിലയബിൾ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഹ്യുണ്ടായിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ഓട്ടോമാറ്റിക്. അപ്പോൾ ഞാൻ ഡീസൽ ഓൾമോസ്റ്റ് ബുക്ക് ചെയ്തു. ആൾക്കാർ ഈ DF-ന്റെ കംപ്ലൈൻറ്റും പിന്നെ ഗവൺമെന്റിന്റെ കാര്യമൊന്നും പറയാൻ പറ്റൂല. ഡീസൽ നിർത്തണം എന്ന് പറഞ്ഞാൽ നിർത്തി അങ്ങ് പോകും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇലക്ട്രിക്കിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഏറ്റവും പുതിയ ഒരു വണ്ടിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അത് ഏറ്റവും പുതിയൊരു മോഡൽ. കോനയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. എന്തുകൊണ്ടാണ് അപ്പോൾ ഇതിലേക്ക് വന്നത്? കാരണം ഇപ്പം ധാരാളം പുതിയ ഇലക്ട്രിക് ഈ ഒരു സെഗ്മെന്റിലൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിലേക്ക് എത്തിയത് എന്തുകൊണ്ട്? എനിക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നിയ ഒരു കാർ ഇതാണ്. പിന്നെ ഞാൻ എനിക്ക് i10 ഉണ്ടായിരുന്നു. i10 കഴിഞ്ഞ് പിന്നെ വെന്യൂ ആയി. അതെ. പിന്നെ എനിക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നത് ഹൈബ്രിഡ് എടുക്കാനായിരുന്നു. ഹൈബ്രിഡ് പക്ഷേ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇല്ലേ, നമുക്ക് ഇപ്പം ഇതിന് കൊടുക്കുന്ന അതേ പ്രൈസിന് ഞാനിപ്പോൾ എനിക്ക് ഓപ്ഷൻ ഹൈബ്രിഡ് ആകെ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ടൊയോട്ട അല്ലെങ്കിൽ സുസുക്കി. അപ്പോൾ അവിടെ അതിനകത്തുള്ള ഒരു ഫീച്ചേഴ്സ് എനിക്ക് ഇതിന് അത്രയും തോന്നിയില്ല. ഇതാകുമ്പോൾ കുറേ നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. എത്ര രൂപ ഓൺ റോഡ്? ഇതെനിക്ക് 26.8. ഇത് മറ്റേ ലോങ് റേഞ്ച് ആണ്. ലോങ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 470 കമ്പനി പറയുന്നത്. അതെ, 470. എത്ര കിട്ടുന്നുണ്ട്? ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രം ഓടി വന്നപ്പോൾ എനിക്ക് ഏകദേശം ഒരു 9 യൂണിറ്റ് വെച്ച് കിട്ടുന്നുണ്ട്. അല്ല, 9 കിലോമീറ്റർ ഒരു യൂണിറ്റിന് വെച്ച് കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് 450 അടുത്ത് കിട്ടുന്നുണ്ട്. 450 അടുത്ത് കിട്ടുന്നുണ്ട്. ഞാൻ എക്കോയിൽ മാത്രമേ ഓടിക്കുന്നുള്ളൂ. അപ്പോൾ അല്ല, എക്കോ പോലും മോശമല്ലല്ലോ വണ്ടികളുടെ കാര്യത്തിൽ. പവർ ഉണ്ട്, നല്ല പവർ ഉണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള പവർ ഉണ്ട്. പിന്നെ ആവശ്യത്തിന് ഓവർടേക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സ്പോർട്സ് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ MC റോഡൊക്കെ പിടിക്കുമ്പോൾ. ശരി. എത്ര സമയം എടുക്കുന്നുണ്ട് ചാർജ് ആകാൻ? ചാർജ് ആവാൻ ഞാനിപ്പോൾ ചാർജിങ്ങിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ആയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ ആൾക്കാരുമായിട്ട് ഒരു ചെറിയ ഇഷ്യൂ ആയിട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ നോർമൽ ഇതാണെങ്കിൽ DC ചാർജിങ് എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറിനുള്ളിൽ 80 ആവും. ഞാനൊരു 20യുടെ താഴത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല ഇതുവരെ. പുതിയ വണ്ടിയാണ്, ബാറ്ററി ഡിഗ്രേഡേഷൻ അങ്ങനത്തെ പ്രോബ്ലം ഒക്കെ ഉള്ളത്. അരമണിക്കൂറിനുള്ളിൽ നമ്മളൊരു ഫുഡ് കഴിച്ച് അപ്പോഴും റെഡിയാവും. ഈ അടുത്ത് ഞാനിപ്പോ ഈ ട്രിവാൻഡ്രത്തേക്ക് പോയ ദിവസം ഇതുപോലെ തന്നെ ഒരു ഷവർമ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നു. ഷവർമ ഓർഡർ ചെയ്ത് കിട്ടുന്നതിന് മുമ്പ് സാധനം റെഡിയായി. ശരി. മറ്റേ സ്ലോ ചാർജിങ് നോക്കിയിട്ടുണ്ടോ വീട്ടില്? വീട്ടില് നമ്മുടെ എടപ്പള്ളിയില് വീട്ടില് അവർ സ്ലോ ചാർജ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എന്താ പറയാ, അത് ഫുള്ള് ചാർജ് ചെയ്തിട്ടില്ല, ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ചെയ്തു. അവര് പറയുന്നത് 20 മണിക്കൂറാണ് മൊത്തം ഫുൾ ചാർജ്. നമ്മൾ ഇത്രയും 40-ന്റെ അടുത്തൊക്കെ എന്തായാലും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ടോപ്പ് ചെയ്യുള്ളൂ. അതെ, ടോപ്പ് ചെയ്യുള്ളൂ. ഞാൻ ശനിയാഴ്ച ഞാൻ അങ്ങോട്ട് പോകും. അപ്പൊ ഞായറാഴ്ച തിരിച്ചു വരുള്ളൂ വീട്ടിലേക്ക്, ഫ്ലാറ്റിലേക്ക്. അപ്പൊ അവിടെ കൊണ്ട് രാവിലെ കുത്തിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും എന്താ പറയുക, ഒരു ഫുൾ ചാർജ് അല്ല, ഒരു 60-70% ആവും. ശരിക്കും 1 കിലോമീറ്റർ എത്ര രൂപയ്ക്ക് ഓടുന്നുണ്ടെന്ന് നോക്കിയോ? ഏകദേശം ഞാൻ നോക്കിയായിരുന്നു ചെറുതായിട്ട്. അപ്പോൾ ഇവിടെ വേരിങ് ആണല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ചാർജിങ്ങിൻ്റെ ഫ്ലാറ്റുകാരുമായിട്ടുള്ള ചെറിയ ഇഷ്യൂ ഉള്ളത് കണ്ടിട്ട് എനിക്ക് സ്വന്തമായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല. അതായിരുന്നെങ്കിൽ കുറച്ചുകൂടി ലാഭം തന്നെ. എനിക്ക് ഏകദേശം ഞാനിപ്പോൾ നോക്കിയപ്പോൾ 26 രൂപയുടെ അടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഓരോ യൂണിറ്റിനും കൊടുക്കുന്നത്, ഒരു ആവറേജ്. അത് ഹൈ ടോപ്പ് ഏറ്റവും ഇതിനകത്ത് പോകുമ്പോൾ പീക്കില് അല്ലെങ്കിൽ ഒരു 15 രൂപയുടെ അടുത്തൊക്കെ ഒരു യൂണിറ്റിന് വെച്ച് വരുന്നുണ്ട്. എന്ന് പറയുമ്പോൾ 1 കിലോമീറ്റർ എത്രയായിട്ടാണ് കൺവേർട്ട് ആകുന്നത്? 1 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 1 കിലോമീറ്റർ ഓടാൻ ഞാൻ അങ്ങനെ കണക്കൂട്ടി നോക്കിയിട്ടില്ല. പക്ഷെ ഒരു 9 യൂണിറ്റ് വെച്ചിട്ടാണ്, അല്ല 9 കിലോമീറ്റർ ഒരു യൂണിറ്റിന് കിട്ടുന്നുണ്ട്. അപ്പോൾ 26 രൂപ അല്ലേ? അപ്പോൾ ഏകദേശം ഒരു 300
300 രൂപയ്ക്കൊക്കെ ഞാൻ ചാർജ് ഒരു 2.5 രൂപ കഷ്ടിച്ച് അത്രേ ആവുള്ളൂ കിലോമീറ്ററിന്. അതെ അതെ. പക്ഷെ വേറൊരു കാര്യം പറയുന്നത് സർവീസ് കോസ്റ്റ് ഒന്നും അങ്ങനെ വരാനില്ല. സർവീസ് കോസ്റ്റ് ഇല്ല അല്ലേ? അതെ അതെ. സർവീസ് ഇപ്പോൾ ഡ്യൂ ആണ്, നാളെ കൊണ്ടേ കൊടുക്കണം. അത് ഫസ്റ്റ് സർവീസ് ആണോ? ഫസ്റ്റ് സർവീസ്. ഫസ്റ്റ് സർവീസ് സർവീസിൽ അധികം ഒന്നും ആവില്ല എന്ന് പറഞ്ഞു. ഒന്നും ആവൂല. ഞാനിപ്പോ എന്റെ MG കോമറ്റ് സർവീസ് കൊടുത്ത് 150 രൂപയൊക്കെയാണ്. അതെന്തോ വാങ്ങിക്കാൻ വേണ്ടി വാങ്ങിക്കുന്നതല്ലോ, ആവശ്യം വാഷിംഗും ഇതൊക്കെ അതൊക്കെ ഉള്ളു. എന്താണ് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ? എന്താ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ നമ്മുടെ ഈ ക്ലൈമറ്റിന് പറ്റിയ മറ്റേ ആ സീറ്റ് വെന്റിലേഷൻ ആണ്. അത് ഒരു അടിപൊളി ഫീച്ചറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂടത്തൊക്കെ വന്ന് അതിനുള്ളിൽ ഇരിക്കുമ്പോഴേക്കും ഇല്ലേ സുഖമാണ്. വേണമെങ്കിൽ നേരത്തെ തന്നെ AC ഓൺ ചെയ്ത് കയറി. അതെ അതെ. അങ്ങനെ ഞാൻ ചെയ്യാറ് ഇപ്പൊ. എന്തെങ്കിലും കൂടി ആകാമായിരുന്നു എന്ന് തോന്നിയ ഫീച്ചർ എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് നമ്മുടെ ഇതിനകത്ത് ഞാൻ വെന്യൂവിനുള്ളിൽ നിന്ന് മിസ് ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ കോർണറിംഗ് ലാംപ്സ് ആണ്. എസ്പെഷ്യലി നമ്മൾ ഈ കോട്ടയം ഭാഗത്തെ കൂടെയൊക്കെ വണ്ടി ഓടിച്ച് പോകുമ്പില്ലേ, വളവൊക്കെ എത്തുമ്പോൾ കോർണറിംഗ് ഉണ്ടായിരുന്നെങ്കിൽ എന്നായിരുന്നു പറയും. എനിക്ക് നേരത്തെ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നാണ് കോർണറിംഗ് ലാംപ്സ്. വെന്യൂലുണ്ടായിരുന്നു? വെന്യൂനുണ്ടായിരുന്നു, ഇതിനകത്തില്ല. ഓ ശരി. ഇത് അതെന്താണ് കൊടുക്കാണ്ടിരുന്നത് എനിക്കറിയില്ല, പക്ഷെ അതുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. പിന്നെ അതുപോലെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഒക്കെ വളരെ ഹൈ എൻഡ് സിസ്റ്റം ഒക്കെ ആണല്ലോ, അതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് IT കാരനായതുകൊണ്ട് എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ എന്തെങ്കിലും സോഫ്റ്റ്വെയർ ബഗ്സോ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരു ലാഗ് ഇതുവരെയും അല്ല, ഹ്യുണ്ടായുടെ ഇതുവരെ എനിക്ക് ബഗ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല, ഇപ്പോഴും വന്നിട്ടില്ല. മാക്സിമം ആൻഡ്രോയിഡും അല്ല ആപ്പിൾ കാർപ്ലേ ഉപയോഗിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഇപ്പോൾ വലിയ ഇഷ്യൂസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ 360 ഡിഗ്രി ക്യാമറ എല്ലാം അത് പെർഫെക്റ്റ് ആണ്. അപ്പം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇപ്പം എല്ലാവരും ഈ മഹീന്ദ്രയുടെ പുതിയ EVകൾ വന്നിട്ട് അങ്ങനെ മരിക്കുകയാണ് ആൾക്കാർ. കാഴ്ചയിൽ തീർച്ചയായിട്ടും ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ലുക്കൊക്കെയാണ്. അപ്പം ഇത് എടുത്തു കഴിഞ്ഞിട്ട് അത് കാണുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് എനിക്കിത് കുറച്ചുകൂടി കൂടുതൽ പ്രാക്ടിക്കലായിട്ട് തോന്നി. പിന്നെ ഓരോരുത്തരുടെയും ഡിസൈൻ ഇതൊക്കെ അവരുടെ സബ്ജക്റ്റീവാണ്. അപ്പോൾ എനിക്ക് മറ്റേ മഹീന്ദ്രയുടെ ഡിസൈൻ കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ചിലപ്പോൾ ഞാൻ കുറച്ച് പഴയതായതുകൊണ്ടായിരിക്കും ഇത്തിരി കൂടി പോയത്. ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനാണ്. പിന്നെ എന്താ പറയുക, അതിൻ്റെ ഉള്ളിലത്തെ സോഫ്റ്റ്വെയർ എനിക്ക് അത്രയും ഇതായിട്ട് തോന്നിയില്ല. അതായത് എനിക്ക് ഹ്യുണ്ടായി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഇതായിരിക്കും ചിലപ്പോൾ, എനിക്കത് അത്രയും ഇതായിട്ട് തോന്നിയില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ലോങ് റേഞ്ച് ഇതേ ഒരു യൂസ് ഉള്ള ഒരു സാധനം മേടിക്കണമെങ്കിൽ എനിക്ക് ഇതിന്റെ മുകളിൽ പോകേണ്ടി വരും. വിലയും കൂടെ ഇതേ ഫീച്ചർ ഉള്ള ഒരു ഇതെടുക്കണമെങ്കിൽ ഇത് ശരിക്കും 26.5 എന്ന് പറയുന്നത് വളരെ വർത്താണ്. 26.5 എന്തായാലും ടോട്ടലി വർത്താണ്. ഇതൊരു 30 മുകളിലൊക്കെ വാങ്ങിക്കാവുന്നതാണ്. അതെ അതെ അതെ. ഫീച്ചേഴ്സും എല്ലാം നോക്കിക്കഴിയുമ്പോൾ എന്തായാലും ഈ പറഞ്ഞ ഹ്യുണ്ടായുടെ വണ്ടി ആയതുകൊണ്ട് മാരുതി പോലെ തന്നെ അങ്ങനെ ചതിക്കുന്ന പരിപാടിയൊക്കെ കുറവാണ്. അതെ, എനിക്കിപ്പോൾ വെന്യൂന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഇത് i10 എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് വെന്യൂ മേടിച്ചത്. വെന്യൂന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇത് മേടിച്ചത്. ഈ വെന്യൂവിന്റെ ഡീസൽ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു, എത്ര രൂപയ്ക്ക് വിറ്റു? വാങ്ങിച്ചത് എനിക്ക് 13 ആയിരുന്നു. ഞാൻ ഇതുപോലെ തന്നെ വെന്യൂ ഇറങ്ങിയ ടൈമിൽ തന്നെ ഞാൻ പോയി അത് കണ്ടിഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. എത്ര കാലം ഉപയോഗിച്ചു? അത് ഞാനൊരു 6 വർഷം. എത്ര രൂപയ്ക്ക് വിറ്റത്? അത് ഞാൻ 8 രൂപയുടെ അടുത്താണ്. അത് മോശമല്ല, നല്ലൊരു ഇതാണെന്ന് പറയുന്നത്. എത്ര ഓടിയായിരുന്നു? അത് ഞാനൊരു 68 കിലോമീറ്റർ. അതും ഡീസൻ്റ് ആയിട്ട് തന്നെ വിറ്റു, കുഴപ്പമില്ല. അതും ആ കോവിഡിന്റെ 2 വർഷം അത് കിടന്നിട്ടാണ് 68 ഓടിയത്. ഈ ഹ്യുണ്ടായുടെ കാര്യത്തിൽ പൊതുവെ പലരും നമ്മൾ സംസാരിക്കും, പലരും പറയുന്നത് ഹ്യുണ്ടായുടെ പെട്രോൾ വണ്ടി വാങ്ങിച്ചവരൊക്കെ പറയുന്നത് ഉഗ്രം വണ്ടി, പക്ഷെ മൈലേജ് കുറവാന്ന് പറയും. അത് i10 മൈലേജ് കുറച്ച് കുറവായിരുന്നു. അത് എൻ്റെ അമ്മയുടെ i10 ആണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് പോയപ്പോഴൊക്കെ ഞാൻ ഓടിച്ചപ്പോൾ ആലോചിച്ചു. അപ്പോൾ അത് ഹ്യുണ്ടായിക്ക് തീർച്ചയായിട്ടും പണ്ട് തൊട്ടേ ഉള്ളൊരു പ്രശ്നമാണ്, പെട്രോളിന് മൈലേജ് കുറവാന്നുള്ള കാര്യം. പക്ഷേ ഡീസലിൻ്റെ കാര്യത്തിൽ അങ്ങേയറ്റം മൈലേജാണ്. നല്ല കോമൺ റെയിൽ ഡീസലിന് ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഹ്യുണ്ടായാണ്. ഇപ്പം ഇലക്ട്രിക് വന്നപ്പോഴും അവരൊട്ടും മോശമല്ല. കാരണം കോന എന്ന് പറയുന്ന വണ്ടി നിങ്ങൾ ആലോചിച്ചാൽ മതി. കോന ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്ന ഇലക്ട്രിക് SUV ആണ്. പക്ഷേ ഇപ്പോഴും ഒരു കുഴപ്പമില്ലാത്ത കോനകളാണ്. കാരണം ആ ടെക്നോളജി, ഇലക്ട്രിക് ടെക്നോളജി എന്ന് പറയുന്നത് വന്ന കാലത്ത് വന്ന ഒരു വണ്ടിയാണെങ്കിൽ ഇപ്പോഴും സുഖമായിട്ട് ഓടുന്നുണ്ട്. അത്രയ്ക്കും നമുക്ക് വിശ്വസിക്കാവുന്ന വണ്ടികളാണ് ഹ്യുണ്ടായുടെ ഇലക്ട്രിക് വാഹനങ്ങൾ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ തിരുവനന്തപുരത്ത് നിന്ന് സ്ഥിരമായിട്ട് കൊച്ചി, കോഴിക്കോട് തൃശ്ശൂരൊക്കെ ഓടുന്ന ആളെന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനമാണെന്ന് തോന്നുന്നു. എന്തായാലും കുറച്ച് കാലം കഴിയുമ്പോൾ ഈ റിലയബിലിറ്റി എന്ന് പറയുന്നത് കുറച്ച് കഴിഞ്ഞല്ലോ നമുക്ക് അറിയാൻ പറ്റൂ. ഹ്യുണ്ടായി ആയതുകൊണ്ട് മോശം ഉണ്ടാകില്ല എന്ന് വിചാരിക്കാം. അതെ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ എന്തായാലും ഈ ഇന്ത്യ ഇലക്ട്രിക്കായി മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് തെളിയിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന രണ്ടാമത്തെ വണ്ടി ഇലക്ട്രിക്കാണ്. ആദ്യം ഒരു കർട്ടേവി ആയിരുന്നെങ്കിൽ ഇപ്പോൾ മഹീന്ദ്ര XUV 400 ആണ് വന്നിരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. പേര്? സഞ്ജയ്. എന്ത് സഞ്ജയ്? ഞാൻ സർവേറാണ്, ഇൻഷുറൻസ് സർവേറാണ്. വണ്ടികളുടെ IRDയുടെ. അത് ശരി. എവിടെ ബേസ്ഡ് ആണ്? ഞാൻ എറണാകുളം ബേസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഈ ആക്സിഡൻസ് ഒക്കെ വരുമ്പോൾ ഇൻസ്പെക്ട് ചെയ്യുക, വാലുവേറ്റ് ചെയ്യുക, അസസ് ചെയ്യുക, ഇതിൻ്റെയൊക്കെ പരിപാടികളാണ്. ശരി. വണ്ടി ഫീൽഡ് തന്നെയാണ്. വണ്ടി ഫീൽഡ് തന്നെ, അത് കൊള്ളാം.
അപ്പം നമ്മൾ ഈ സാധാരണ കേട്ടിട്ടുണ്ട് നമ്മൾ പലപ്പോഴും വണ്ടിയൊക്കെ സർവീസ് സെൻ്ററിൽ എന്തെങ്കിലും ചെറിയ കംപ്ലൈൻ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ അവർ പറയാം നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഒന്ന് പൊളിച്ചിട്ട് ഇൻഷുറൻസ് കൊടുക്കാം അങ്ങനെയൊക്കെ ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്. പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്. സംഭവിക്കുന്നുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ മാൽ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. നമ്മുടെ ഡ്യൂട്ടി മെയിൻലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാന്നുള്ളതാണ് അല്ലേ? അത് സ്ഥിരമായിട്ടുണ്ടോ ഇപ്പോഴും? ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈക്ക് ഇപ്പോൾ നോർമൽ ഡീലർഷിപ്പിലൊക്കെ ഈ മന്ത്ലി ടാർഗറ്റ്സ് ഒക്കെ ഉണ്ടാവും. ആ ടാർഗറ്റ്സ് സമയത്ത് ചിലപ്പോൾ പെയിന്റിംഗ് ഒക്കെ ആണെങ്കിൽ 2-3 പാനലൊക്കെ അങ്ങോട്ട് അടച്ചു വെച്ച് ചെയ്ത പരിപാടികളൊക്കെ ഉണ്ട്. നമ്മുടെ ഡ്യൂട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോസ് ആയിട്ട് ടാലിങ് ആയിട്ടുള്ളതാണോ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നമ്മളത് ഡിസലോ ചെയ്യും. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളിപ്പം ഒരിക്കലും കേരളത്തിൽ ഇല്ലാത്തൊരു കാര്യമായിരുന്നു വെള്ളപ്പൊക്കം. അത് വന്നുപോയി. അതിനുശേഷം വേണമെങ്കിൽ എന്ത് സംഭവിക്കാവുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ എല്ലായിടത്തും ഉള്ളത്. അപ്പോൾ നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ എന്തൊക്കെയാണ് അഡീഷണൽ ആയിട്ട്? പലപ്പോഴും നമ്മളിപ്പം ഫ്ലഡ് എന്ന് കാണുമ്പോൾ 100 രൂപ അതൊന്നും വേണ്ട, ഏറ്റവും കൂടുതൽ പ്രീമിയം കുറയണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എപ്പോഴും പോകുന്നത്. എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് ഇപ്പോഴത്തെ? ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ ഫ്ലഡ് വന്നേക്കാൾ മുന്നേ ഫ്ലഡ് വണ്ടികൾ വരാറുണ്ട്. അപ്പൊ ബേസിക്കലി അത് നമുക്ക് കവേർഡ് ആണെങ്കിലും ഇപ്പോ ഈ ഹൈഡ്രോസ്റ്റാറ്റിക് ലോക്ക് ഒക്കെ ഉണ്ട്. ഇപ്പൊ ചില വെള്ളപ്പൊക്കത്തിലൊക്കെ മെയിൻ ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഉള്ളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ടാവും. പക്ഷെ നമ്മളിത് അറിയാതെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഈ എഞ്ചിൻ ക്രാങ്കും കാര്യങ്ങളൊക്കെ പിടിക്കുന്നത്. അപ്പൊ അതിന് മെയിൻലി നമുക്ക് ആ ഇന്റേണൽ കോമ്പോണൻസ് കിട്ടാനായിട്ട് എഞ്ചിൻ പ്രൊട്ടക്ഷൻ കവർ എന്ന് പറഞ്ഞ കവറേജ് എടുക്കണം. അതാണ് ബേസിക്കലി വേണ്ടത്. ഈ പറഞ്ഞ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സും പേരിലൊക്കെ ഓൾറെഡി നോർമൽ ഇൻഷുറൻസിൽ കവേർഡ് ആണ്. പിന്നെ എക്സ്ട്രാ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഞ്ചിൻ പ്രൊട്ടക്ഷൻ കവറേജ്. ഇപ്പൊ നമുക്കൊന്ന് കാണാൻ കഴിഞ്ഞത് പ്രളയത്തിനൊക്കെ ശേഷം ഈ പറഞ്ഞ എഞ്ചിൻ പ്രൊട്ടക്ഷൻ കവറേജ് കൂടിയല്ലേ? എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ അതൊരു ഇത്രയും ഈ സ്കെയിലിൽ പ്രതീക്ഷിച്ചില്ലായിരുന്നു വരുന്നുള്ള കവേർഡാണ്. ബേസിക്കലി നോർമൽ പോളിസിയിൽ കവേർഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്ലീനിങ് കാര്യങ്ങളും പിന്നെ അല്ലാത്ത പാർട്സുകളൊക്കെ തന്നെയാണ്. പിന്നെ കൺസ്യൂമർ എന്ന് പറഞ്ഞ കവറേജ് ഉണ്ട്, അതെടുക്കുക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഓയില് പിന്നെ ലൈക്ക് ഫിൽട്ടർ അതൊക്കെ നമുക്ക് കവേർഡ് ആവും. അതാണ് ബേസിക്കലി ഉള്ള കവറേജുകൾ. അതായത് നമ്മൾ ആദ്യം തുടക്കത്തിലൊന്ന് പ്രീമിയം കുറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്ന പല കാര്യങ്ങളും പിന്നീട് നമുക്ക് തലവേദന ഉണ്ടാക്കും, നമ്മുടെ പൈസ പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ പ്രീമിയം കൂട്ടിയാണെങ്കിലും ഇത്തരം കവറേജ് എല്ലാം എടുക്കണം എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വരാം. എത്ര കാലം എടുത്തിട്ട് XUV? ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 1.5 years ആയി. ഞാനെടുത്ത് തുടക്കം ഇറങ്ങിയ സമയത്ത് എടുത്തതാണ്. അപ്പോൾ ആ സമയത്ത് ഇപ്പം ടാറ്റയുടെ EVകൾ കത്തി നിൽക്കുന്ന ഒരു സമയത്താണല്ലോ ഇതെടുത്തത്. എന്തുകൊണ്ടാണ് അത് വേണ്ടെന്ന് വെച്ച് മഹീന്ദ്രയിലേക്ക് പോയത്? ആക്ച്വലി ഞാൻ നെക്സോൺ ബുക്ക് ചെയ്തതാണ്. ബുക്ക് ചെയ്ത് ഓടിച്ച് നോക്കി ഒക്കെ ഇഷ്ടപ്പെട്ടു എന്നുള്ളപ്പോഴാണ് ഈ വണ്ടി ഇറങ്ങിയ കാര്യം അറിഞ്ഞത്. ഇത് ഓടിച്ചത് നമ്മുടെ മൈൻഡ് സെറ്റേ മാറി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാൻ എടുക്കാനുള്ള ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡ്രൈവിംഗ് ഡൈനാമിക്സും പിന്നെ പെർഫോമൻസും കംഫർട്ടും ആണ്. ഞാനത് ലൈക്ക് ഒരു ഡീഗ്രേഡ് ചെയ്ത് പറയുന്നതല്ല, പക്ഷെ എന്നാലും നെക്സോണും ഇത് കമ്പയർ ചെയ്യുമ്പോൾ ആ ബേസിക്കലി സൈസ് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ എൻ്റെ സസ്പെൻഷനാണ്. സസ്പെൻഷൻ നല്ല കംഫർട്ടബിൾ ആണ് ബാക്കിയായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ പോരാത്തതിന്റെ പെർഫോമൻസും നല്ല വ്യത്യാസമുണ്ട്. നല്ല വ്യത്യാസമുണ്ട്. നെക്സോണായിട്ട് കമ്പയർ ചെയ്ത് ഭയങ്കര വ്യത്യാസം. പക്ഷെ എനിക്ക് തോന്നുന്നു ആദ്യകാലത്ത് പലരും ഇത് വാങ്ങിക്കായിരുന്നു. ഇതിന്റെ ഇന്റീരിയറിലെ ഈ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഒക്കെ വളരെ ചെറുതാണ്. അതെനിക്ക് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ XUV 300 ഉണ്ടല്ലോ, അതിന്റെ സെയിം ഡാഷും ഇന്റീരിയർ ക്ലസ്റ്റർ ഒക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ എടുത്തതിന് ശേഷം ഒരു 5-6 വർഷം നമ്മൾ ഓൾറെഡി കംപ്ലൈന്റ് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കമ്പനി അതനുസരിച്ച് മാറ്റി ഇപ്പൊ പുതിയതാക്കി EL Pro എന്ന് പറഞ്ഞ വേരിയന്റ് ഇറക്കിയായിരുന്നു. അപ്പൊ അതിൽ അത്യാവശ്യം നമ്മൾ വേണ്ട ആഗ്രഹിച്ച ഫീച്ചേഴ്സ് എല്ലാം അതിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഏറ്റവും പുതിയ കാലഘട്ടത്തിൽ ഇപ്പൊ എല്ലാവരും മഹീന്ദ്രയുടെ EVകൾക്ക് പിന്നാലെയാണ്. അതെ, പക്ഷെ ഇപ്പൊ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വണ്ടികളാണ് വന്നോണ്ടിരിക്കുന്നത്. അതെ, അത് കാണുമ്പോൾ സങ്കടം തോന്നിയോ? ഇത് അതെടുത്താൽ മതിയായിരുന്നു എന്ന്? സങ്കടം തോന്നിയെന്ന് വെച്ചാൽ ഭയങ്കര സങ്കടം തന്നെ. കാരണം ഇപ്പോ മഹീന്ദ്രയുടെ പുതിയൊരു B6 വണ്ടിയും പിന്നെ 9 ഇറങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ ആക്ച്വലി ആ കാറ് കണ്ടാലാണ് ശരിക്കും വിഷം വരുന്നത്. കാരണം വേറെ പ്രൈസ് 30 പിന്നെ 35 lakh ഉണ്ട്. അതൊരു അത്യാവശ്യം നല്ല എമൗണ്ട് ഒക്കെ തന്നെയാണ്. പക്ഷേ ആ ഒരു പ്രൈസ് റേഞ്ചിൽ അത്രയും ഫീച്ചേഴ്സും ഒരു ഐ കാച്ചിങ് ലുക്കുള്ള ഒരു സാധനം കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. അത് ഞാൻ മഹീന്ദ്രയോട് സമ്മതിച്ചിരിക്കുന്നു. അതിൽ ഇപ്പോഴാണെങ്കിൽ ഏതാ എടുക്കുമായിരുന്നു? അതിൽ ഏത് വണ്ടി എടുക്കുമായിരുന്നു? അത് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി പോലെ ഇരിക്കും. 9 ആണെങ്കിൽ കുറച്ചും കൂടി ഫാമിലി ഓറിയന്റഡ് ആണ്. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഇതാണ്. പക്ഷെ ഞാൻ എടുക്കുകയാണെങ്കിൽ 60 എടുക്കുള്ളൂ. എല്ലാവരും 60-ലാണ് കണ്ണുടക്കി. കാരണം കുറച്ചും കൂടി സ്പോർട്ടിയാണ്. പിന്നെ ഡാഷ് ഒക്കെ ശരിക്കും പറഞ്ഞൊരു സ്പേസ്ഷിപ്പിന്റെ പോലെ ഇരിക്കുള്ളൂ. ഭയങ്കര സംഭവം തന്നെയാണ്. പിന്നെ അതിലെടുത്ത് പറയാൻ എനിക്ക് തോന്നിയത് എന്റെ മ്യൂസിക് സിസ്റ്റം ഭയങ്കര വേറെ അടിപൊളിയാണ്. സത്യം പറഞ്ഞ അടിപൊളി എന്ന് പറയാൻ പറ്റും. ശരിയാണ്. ഇത് എത്ര രൂപയ്ക്ക് എടുത്തത്?
ഞാൻ എടുത്തപ്പോൾ 20 അടുത്തായിട്ടുണ്ട്. 20 എടുത്തു. അതിനുശേഷം ഒന്ന് വില കുറച്ചാലും തോന്നുന്നു ഇടയ്ക്ക് അവരൊന്ന് ചെറുതായിട്ട് നടന്നു പുറത്തു. ചെറുതായിട്ട് കുറച്ച്. ഇപ്പം ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഓഫേഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു 16 അടുത്ത് കിട്ടും. നമ്മുടെ ജിംനിക്ക് സംഭവിച്ച പോലെ 18 വാങ്ങിച്ച നമ്മളൊക്കെ മണ്ടന്മാരായി ഇപ്പൊ 14 കൊടുത്തോണ്ടിരിക്കുന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കോമ്പറ്റീഷൻ ബേസ് ചെയ്തിട്ട് അങ്ങനെ മാറ്റി മറിഞ്ഞു വരുന്നതാണ്. എത്ര കിലോമീറ്റർ കിട്ടുന്നുണ്ട് റേഞ്ച്? ആക്ച്വലി ഇത് ഞാൻ സ്റ്റാർട്ടിങ് യൂസ് ചെയ്ത ഇത് 456 റേഞ്ചാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഈ ഫീൽഡ് ആയതുകൊണ്ട് ഇപ്പൊ ഇത് 39.4 കിലോവാട്ട് അങ്ങോട്ട് വരുന്നതിന്റെ ബാറ്ററി. പക്ഷെ അതിലൊക്കെ ശരിക്കും പറഞ്ഞ ഒരു 300 ഒക്കെ പ്രതീക്ഷ മതി നമ്മള്. എനിക്ക് തുടക്കത്തിൽ റണ്ണിങ്ങിലൊക്കെ എനിക്കൊരു 280 ആ റേഞ്ചൊക്കെ ഉള്ളു. പിന്നെ തുടക്കത്തിൽ നമുക്ക് ആ പെർഫോമൻസ് ഡ്രൈവിങ് ആയിരിക്കും മിക്കവാറും നമ്മള്. പക്ഷെ എനിക്ക് നമ്മളിതിന്റെ സയന്റിഫിക് ആയിട്ട് അങ്ങോട്ട് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 330 വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ശരി. ഞാനിപ്പോ പറയണെങ്കിൽ ഞാൻ കണ്ണൂരൊക്കെ ഒറ്റയടിക്ക് തന്നെ പോയിട്ടുണ്ട്. എന്നിട്ടും ബാക്കി 35% ചാർജ് ബാക്കിയുണ്ടാവും. ശരി. ഈ കുറച്ച് ചാർജ്, അതായത് ഒരു 35% ബാക്കിയുള്ള സമയത്ത് പെട്ടെന്ന് റേഞ്ച് ഡ്രോപ്പ് ആകുന്ന ഇഷ്യൂസ് അങ്ങനെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അത് ഞാനിപ്പോ തമിഴ്നാട് അവിടെയൊക്കെ പോയിട്ടുള്ളതാ. അപ്പോൾ ഞാൻ 12% വരെ താത്തി ഓടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും പെർഫോമൻസിൽ വ്യത്യാസം വന്നിട്ടില്ല. അതിപ്പോഴും തുടക്കത്തിൽ മേടിച്ച സമയത്തുള്ള പെർഫോമൻസ് തന്നെ ഇപ്പോഴും കിട്ടുന്നുണ്ട്. എന്റെ ഓൾമോസ്റ്റ് ഒരു 52,000 കിലോമീറ്റർ ആയി. അപ്പോൾ എന്നിട്ടും ആ ഒരു പെർഫോമൻസ് തന്നെ കിട്ടുന്നുണ്ട്. ഈ ചാർജ് ചെയ്യുന്ന സാധാരണ സ്ലോ ചാർജിങ് ആണോ അതോ DC ഫാസ്റ്റ് ചാർജിങ് ആണോ? വീട്ടില് സ്ലോ ചാർജിങ് ആണ് ഞാൻ ചെയ്യാറ്. കാരണം ബാറ്ററിക്ക് കുറച്ചും കൂടി നല്ലത് അതാണെന്ന് പറഞ്ഞു. എത്ര നേരം എടുക്കും അത് സ്ലോ ചാർജിങ്ങിന്? നോർമൽ ഒരു 30% ഒക്കെ ആണെങ്കിൽ ആക്ച്വലി ഒരു 11:30 ആ റേഞ്ചൊക്കെ കുത്തിയിട്ട് കഴിഞ്ഞാൽ ഒരു 7 മണിക്കാകുമ്പോൾ ഫുള്ളായി കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു 8 മണിക്കൂറൊക്കെ 8 മണി. ഫ്രം 0 to 100 സ്ലോ ചാർജിങ് ഒക്കെ ഒരു 12 hours പറയുന്നത്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട് വീട്ടിൽ തന്നെ, ആ യൂണിറ്റ് ഉണ്ട്. അതൊക്കെ ഒരു 6 hours മതിയാവും ഫുൾ ചാർജ് ആവും. പിന്നെ ഈ നമ്മൾ ലോങ് ഒക്കെ പോകുമ്പോൾ പ്ലാൻ ചെയ്ത് പോകണം. അപ്പോൾ DC ചാർജിങ് ഒക്കെ ആണെങ്കിൽ ഒരു 45 minutes ഒക്കെ മതി. വെച്ചാൽ ഒരു 85 ഒക്കെ ആക്കിയിട്ട് നമ്മൾ നേരെ പോകും. വളരെ പ്രാക്ടിക്കലാണ് അത്തരം കാര്യങ്ങൾ നോക്കി. പ്രാക്ടിക്കലാണ്. പക്ഷെ നമുക്ക് ഒരു പുതിയൊരാള് ഇലക്ട്രിക് എടുക്കുമ്പോഴുള്ള ഫസ്റ്റ് ഭീതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അയ്യോ ഇത് ചാർജ് തീർന്നു പോവോ, ഞാൻ വഴി കിടക്കോ. പക്ഷെ ആക്ച്വലി നമ്മളത് പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പിന്നെ അത്യാവശ്യം ഇപ്പോ ഞാനൊരു ലോങ് പോകാൻ നിന്നിരുന്ന, പക്ഷെ ടൈം കൺസ്ട്രെയിന്റ് കാരണം പറ്റിയില്ല. പക്ഷെ എന്നാലും നമ്മൾ നോക്കുമ്പോൾ ചാർജിങ് നെറ്റ്വർക്ക്സ് ഉണ്ട്, പ്ലാൻ ചെയ്ത് പോവാം. എല്ലാ ചാർജിങ് സ്ഥലങ്ങളും വർക്ക് ചെയ്യുന്നുണ്ടോ, നോക്കിയിട്ടുണ്ടോ? എവിടെയെങ്കിലും ചെന്നിട്ട് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടോ? ചെല്ലുമ്പോഴത്തേക്ക് അത് വർക്ക് ചെയ്യുന്നില്ല അങ്ങനെ തോന്നി? അങ്ങനെ അത് പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഫീൽ ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിന്റെ ആ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും കൂടി അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. പിന്നെ പോരാത്തതിന് ഇതിന്റെ ആപ്സ് എന്ന് പറഞ്ഞാൽ പല ആപ്പുകളാണ്. അതിലിപ്പോൾ ആകെ 2-3 ആപ്പുകളുള്ളൂ മിക്കതും കാണിക്കുന്നത്. പക്ഷെ അതിന്റെ ലൈവ് സ്റ്റേറ്റസ് കാണിക്കത്തില്ല. അപ്പൊ അതൊന്ന് ആക്കിയാൽ കൊള്ളാം. അതൊക്കെ എന്തായാലും മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ ആകും. അത് ഡെഫിനറ്റ്ലി ആവും എന്തായാലും. പിന്നെ പ്രധാനമായിട്ട് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്റെ വൈബ്രേഷൻ കുറവാണ്. നോർമൽ വണ്ടിയായിട്ട് കമ്പയർ ചെയ്ത വൈബ്രേഷൻ വളരെ കുറവാണ്. പിന്നെ പ്രത്യേകിച്ച് സിറ്റി ട്രാഫിക്സിലൊക്കെ കിടക്കുമ്പോൾ നമുക്ക് ആക്ച്വലി ഭയങ്കര സമാധാനം, കാരണം പെട്രോൾ കത്തുന്നില്ലല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ട്. 1 കിലോമീറ്റർ എത്ര രൂപ ആകുന്ന ഏകദേശം കണക്കാക്കിയിട്ടുണ്ട്? എനിക്ക് ആക്ച്വലി 1 കിലോമീറ്ററിന് 1 രൂപ പോലും ആവുന്നില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. ആ ഒരു 300+ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു 80-85 പൈസയൊക്കെ ആവുന്നുള്ളൂ. നോക്കുമ്പോ ബൈക്കിനേക്കാളും നല്ലതാണ്. സർവീസ് കോസ്റ്റോ എങ്ങനെയുണ്ട്? സർവീസ് കോസ്റ്റ് ഇല്ല. സാധാരണ എത്ര രൂപ വാങ്ങിക്കാറുണ്ട്? എനിക്ക് കൃത്യ ഓർമ്മയില്ല. എനിക്ക് തോന്നണു ഫസ്റ്റ് സർവീസിന് എനിക്ക് 200 രൂപ, 250, 300 എന്തോ സംതിങ് ആയുള്ളൂ. പിന്നെ നോർമൽ അതിപ്പോ ബേസിക്കലി ഇത് ആകെ മാറ്റുന്നുണ്ടത് ആകെ AC ഫിൽറ്റർ മാത്രം മാറ്റുന്നുള്ളൂ. ഇപ്പൊ ഇത്രയും കിലോമീറ്റർ ഓടിയിട്ട് എന്റെ ബ്രേക്ക് പാഡ് പോലും മാറേണ്ട ആവശ്യമില്ല. 60,000 ഓടിയിട്ട് ബ്രേക്ക് പാഡ് ഒന്നും മാറേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും നമ്മൾ കൂടുതൽ ബ്രേക്ക് ഒക്കെ ചെയ്തിട്ട് പോലും മാറേണ്ടി വന്നില്ല. ഇത് ബേസിക്കലി ഈ വണ്ടി എടുക്കേണ്ട ആൾക്കാരെ ഞാൻ പറയാ ഓട്ടോ ഉണ്ടാവാം. ഓട്ടോ ഉണ്ടെങ്കിൽ എടുത്തിട്ട കാറില്ല, അല്ലെങ്കിൽ പിന്നെ ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വരും. ഇപ്പൊ ചിലവർ ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പൊ നമുക്ക് പൈസ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, മേടിച്ചിട്ട് ഓടാതെ കിടന്നാൽ വണ്ടി കൊള്ളൂല. ശരിയാ. ഒരു ആവറേജ് ഒരു മാസം 2000 കിലോമീറ്റേഴ്സ് ഓടുന്നുണ്ട് ആൾക്കാരുണ്ടെങ്കിൽ ഗംഭീര ലാഭമായിരിക്കും. അതെ. എന്താണ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ? എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞാൽ പവർ തന്നെയാണ്. പവർ എന്ന് പറഞ്ഞാൽ സഡൻ സ്പൈക്കാണ് ടോർക്ക്. നമുക്ക് അപ്പൊ ആ ഓവർടേക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് യാതൊരു ഇതില്ല. ഞാൻ പറയണ ശരിയാവുന്ന അറിയില്ല, ഈ 5-6 വണ്ടികളൊക്കെ ഒറ്റയടിക്ക് ഓവർടേക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതില്ല. പിന്നെ എനിക്ക് തോന്നിയ പ്രശ്നം എന്ന് പറഞ്ഞാല്, ഈ വണ്ടി ഓടിച്ചിട്ട് വേറെ അത്യാവശ്യം നല്ല പവറുള്ള വണ്ടി ഓടിച്ചു കഴിഞ്ഞാലും മറ്റേതെന്താ പോവാത്ത. അതാണ് ഫെരാരി ഓടിച്ചാൽ പോലും നമുക്ക് പിന്നെ ഇഷ്ടപ്പെടാത്ത അവസ്ഥയാണ്. വേറെ നല്ല അത്യാവശ്യം നല്ല പ്രീമിയം വണ്ടികളൊക്കെ ആയിട്ട് സുഖമായിട്ട് പോവാം. ഒരു 80 വരെ നോക്കണ്ട.
8 വരെയും നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റും. ഇപ്പൊ ഏറ്റവും പുതിയ 3X വന്നപ്പോൾ രൂപം മൊത്തത്തിൽ മാറിയല്ലോ, മാറി. അപ്പോഴും ഒരു സങ്കടം വന്ന് കാണണമല്ലോ. 3XO രൂപം വന്നപ്പോ സങ്കടം മാറിയില്ല. ആക്ച്വലി എനിക്ക് ഇതിന്റെ തന്നെ EL Pro എന്ന് പറഞ്ഞൊരു പേരിൽ ഇറങ്ങിയപ്പോ ഇത് തോന്നി, കാരണം അത് മതി. 3XO കുറച്ച് ബമ്പറും അങ്ങനത്തെ ഡിസൈൻസ് ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ തന്നെയാണ് ഇഷ്ടം. അത് ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. പക്ഷെ എനിക്ക് B6 ഇറങ്ങിയപ്പോഴാണ് ഒരു സങ്കടം. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ടാറ്റയുടെ പുതിയ വണ്ടികളൊക്കെ വന്നപ്പോൾ ആ ഒരു ഒഴുക്കിൽ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയെന്നേ ഉള്ളൂ ഈ വാഹനം. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളിത് ഓടിച്ചത് മഹീന്ദ്രയുടെ ടെസ്റ്റ് ട്രാക്കിലാണ് ചെന്നൈയിൽ. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു, നല്ല രസമായിട്ട് നമ്മൾ ഓടിച്ച് ഷൂട്ട് ചെയ്ത വണ്ടിയാണ്. പക്ഷേ അതിനുശേഷം വീണ്ടും മഹീന്ദ്ര തന്നെ ഇപ്പൊ ഈ പറഞ്ഞ പുതിയ നെക്സോൺ എനിക്ക് തോന്നുന്നു കൂടുതൽ അവരുടെ മാർക്കറ്റിംഗ് സൈഡ് അവർ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. അല്ല, മഹീന്ദ്ര ഒന്ന് ഇത്തിരി സ്ലോ ഡൗൺ ചെയ്തു EVയുടെ കാര്യത്തിൽ, അതാണ് ടാറ്റ കയറിപ്പോയത്. ഇപ്പൊ പക്ഷെ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഇപ്പം 2 പുതിയ സാധനങ്ങൾ വന്നത്. അത് മതി ഇനിയിപ്പോ മഹീന്ദ്രക്ക്. പക്ഷെ എന്നാലും നമ്മളിപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം നമ്മുടെ ഫീഡ്ബാക്സ് എല്ലാം കമ്പനി അത് ടേക്കപ്പ് ചെയ്ത് അപ്പൊ തന്നെ മാറ്റങ്ങൾ വരുത്തി. പിന്നെ മറ്റേ എനിക്ക് തോന്നുന്നില്ല ഈ പുതിയ രണ്ടിറങ്ങിയ വണ്ടികളായിട്ട് കോമ്പീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ള വേറെ ഇല്ല. അത് ശരിയാണ്, ആ രണ്ടും അങ്ങേറ്റത്തേക്ക് പോയി. ആ സെഗ്മെന്റിലുള്ളത് BYD Atto 3 ഒക്കെയാണ്. പക്ഷെ എന്നാ അത് വേറൊരു ഡിസൈൻ ആണെങ്കിലും ഈ ഒരു ഡിസൈൻ ചിലപ്പോൾ കിട്ടി വരില്ല. തന്നെയല്ല ഇപ്പം വേറെ പേരുള്ളത് ടാറ്റയുടെ ഒരു 15 ലക്ഷം രൂപയ്ക്കോ അല്ലെങ്കിൽ 20 താഴെ വിൽക്കുന്ന നെക്സോൺ വീണ്ടും വിൽക്കും. കാരണം ആ വിലക്കല്ല ഇപ്പോൾ വന്നിരിക്കുന്നതെന്നുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ ഒരു രക്ഷയില്ലാത്ത വണ്ടികളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ തട്ടിമുട്ടിയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ സർവേറായിട്ട് വന്ന് കൂടുതൽ പൈസയൊക്കെ വാങ്ങിച്ചിറങ്ങും കേട്ടോ. താങ്ക് യു. ഓക്കെ, ശരി. അപ്പോൾ ഇന്ന് വീണ്ടും നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്ന ഒരു ഇലക്ട്രിക് വാഹനമാണ് വോൾവോയുടെ XC40 റീചാർജ്. ഏറ്റവും ഗംഭീരമായൊരു ഇലക്ട്രിക് വാഹനം എന്ന് എനിക്ക് തോന്നിയൊരു വാഹനമാണ്. കാരണം നമ്മൾ മലമ്പുഴ വരെയൊക്കെ ഓടിച്ച് ഇതിൻ്റെ റേഞ്ച് ടെസ്റ്റൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ സ്ഥിരമായിട്ട് ഓടിക്കുന്ന ആളുടെ പ്രതികരണം എന്താണെന്ന് നോക്കാം. നമസ്കാരം. പേര് വികാസ്. എന്ത് ചെയ്തു വികാസ്? ഞാൻ IT പ്രൊഫഷണലാണ്. കാക്കനാട് TCS വർക്ക് ചെയ്യുന്നു. ഞാനും വൈഫും IT തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ചേർത്തലാണ് എൻ്റെ വീട്. അപ്പോൾ ഡെയിലി കമ്മ്യൂട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ നോക്കിയാണ് ഇലക്ട്രിക്കൽ എത്തിച്ചേർന്നത്. ഇപ്പോൾ ഈ റോഡ് പണി നടക്കുമ്പോൾ ഡെയിലി കമ്മ്യൂട്ടിങ് ഭയങ്കര പണിയാണല്ലോ. ഭയങ്കര പണിയാണ്. അതെ, അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വണ്ടി നോക്കുമ്പോൾ എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ടൈമിന് പോലും ഞങ്ങൾ ഡെയിലി എന്നുവെച്ചാൽ അതിൻ്റെ ഇപ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയി. അപ്പോൾ എക്സ്ട്രീം കണ്ടീഷനിൽ തന്നെ ഇത് ഓടിച്ചു. അപ്പോൾ അത് ഭയങ്കര കംഫർട്ടാണ്. എന്ന് വെച്ചാൽ അത് അറിയില്ല എന്നൊന്നും പറയുന്നില്ല, പക്ഷെ അത് ഭയങ്കര ഒരു ഇതായിരുന്നു. പിന്നെ ആ ഒരു എന്താ ഇവഞ്ച്വലി ആ വൈബ്രേഷൻ ഒന്നും ഇല്ലാതെ ചിലപ്പോൾ ഇപ്പൊ പുതിയ വേറൊരു വണ്ടിയൊക്കെ എടുക്കുമ്പോഴേ എന്ത് സൗണ്ട് ഇത് എന്താണിതെന്നൊക്കെ വിചാരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ വോൾവോയിലേക്ക് എത്താൻ കാരണം? ഓക്കെ സോ ഒന്ന് വോൾവോ നമ്മളൊരു വണ്ടിപ്രാന്ത് ഉള്ളൊരു കൂട്ടത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ പണ്ടേ മുതലേ വോൾവോ എന്നുള്ളത് ഒരു ഭയങ്കര ബ്രാൻഡായിട്ട് സേഫ്റ്റി അങ്ങനെയുള്ള മെഷേഴ്സ് ഒക്കെ ഉണ്ട്. ഇത് കൂടാതെ തന്നെ ഞാനപ്പോൾ ഇതിൽ വന്നിട്ട് എൻ്റെ ഒരു ജാസ് ഉണ്ടായിരുന്നു. ഈ ജാസ് വന്നിട്ട് അപ്പോൾ ഈ ജാസിൻ്റെ ഒരു റെഗുലർ അപ്ഗ്രേഡ് മാത്രമായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ ഞാൻ ഇങ്ങനെ വന്നിട്ട് ഒരു 20 ലക്ഷത്തിൻ്റെ വണ്ടി നോക്കി 30 ലക്ഷത്തിൻ്റെ വണ്ടി ഒന്നിനും അതിൻ്റെ ഒരു സ്പേസോ കംഫർട്ടോ കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ പോയി പിന്നെ ഞങ്ങളുടെ ഒരു ഭയങ്കര ഹിറ്റ് ലിസ്റ്റിൽ നിന്നായിരുന്നു ജീപ്പ് കോമ്പസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു അപ്ഗ്രേഡൊക്കെ വന്നിട്ട് ഒരു കാലാനുസൃതമല്ലെന്ന് തോന്നിയിട്ട് ഉള്ള രീതിയിൽ വന്നു. പിന്നെ ഏറ്റവും അവസാനം ഞാൻ പോയിട്ട് ഇതിൻ്റെ ഒരു പെട്രോളാണ് ടെസ്റ്റ് ഡ്രൈവ് എടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓക്കെ നമുക്കത് അഫോർഡബിൾ അല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ ഇതിൻ്റെ ഇഷ്ടമുള്ളൊരു വണ്ടി കിട്ടില്ല. ഇതിൻ്റെ എല്ലാ തരത്തിലും ഒരു ഇത് വന്നു. ഇതിന് പല പാരാമീറ്റർ ഉണ്ട്. ഒന്ന് എനിക്കൊരു SUV വേണമെന്നുണ്ടായിരുന്നു. SUV എന്ന് എഴുതി വെച്ചല്ലാതെ പ്രോപ്പർ SUV വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നല്ലപോലെ ഡ്രൈവ് ചെയ്യുമ്പോൾ SUVയുടെ പ്ലഷർ കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ആ ലക്ഷറി എല്ലാം എൻജോയ് വേണം. അപ്പം ഞാൻ നോക്കിയിട്ട് എല്ലാ ചെക്ക് ബോക്സും ഇങ്ങനെ ടിക്കായി വന്നിട്ട് ഇത് വലിച്ചിട്ടു എന്ന് തന്നെ പറയാം. ഇത് ഓൺ റോഡ് അന്നൊരു ദീപാവലി ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൊണ്ട് 60 റേഞ്ചിൽ വന്നു. 60 ലക്ഷം രൂപയ്ക്ക് വർത്താണ്. 60 ലക്ഷം രൂപ വർത്താണ്. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഒരു എന്താ നമ്മുടെ വണ്ടിപ്രാന്തല്ല നമുക്ക് ഉള്ള എല്ലാവിധ ആഗ്രഹങ്ങളും അങ്ങ് തീർന്നു എന്നുള്ള രീതിയിൽ ഞാൻ പറയും. കാര്യം ഒരു സ്പോർട്സ് കാർ പോലെ വന്നിട്ടുണ്ട്, അതിലൊരു ഫാമിലി ക്യാബ് പോലെ വന്നിട്ടുണ്ട്. പിന്നെ അതിൽ ഇന്നൊരു ഫീച്ചർ ഇല്ല, അയ്യോ അതില്ലല്ലോ എന്നൊരാളും ചോദിക്കില്ല. പിന്നെ ഈ കളർ വന്നിട്ട് പലരും ഭയങ്കര അട്രാക്ഷൻ ആണ്. എവിടെ പോയാലും കണ്ടുപിടിക്കാം. നീ അവിടെ ഉണ്ടായിരുന്നു എവിടെ വന്നു കഴിഞ്ഞാലും. റേഞ്ച് എനിക്ക് ഇവരെപ്പോഴും മിനിമം റേഞ്ച് പറയുന്ന കൂട്ടുള്ളത് 418 പറയുന്നത്. അതിൽ കുറഞ്ഞിട്ടില്ല ഇതുവരെ. ഞാൻ 500-നടുത്തൊക്കെ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ലോങ് ഡ്രൈവ് കാലിക്കട്ടൊക്കെ ഞാൻ പോകാറുണ്ട്. അപ്പൊ ഒരു 250 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 50% ഒക്കെ എത്തുള്ളൂ. 250 കഴിയുമ്പോഴത്തേക്ക് ആ ഒരു റേഞ്ചിൽ തന്നെ എത്തുകയും ചെയ്യും. പിന്നെ നമ്മൾ ഈ ചിലപ്പോൾ ഹൈവേയിലൊക്കെ വെളുപ്പിനെ പോകുമ്പോൾ നമ്മൾ ഇടുന്ന പാട്ടും അതൊക്കെ വെച്ചിട്ടിരിക്കും. അപ്പൊ ചിലപ്പോൾ റേഞ്ച് വേണമെന്ന് തോന്നിയ ഒരു അലയും കാറ്റ് ഹൃദയമൊക്കെ ഇട്ട് അതൊക്കെ അങ്ങ് പോകും.
പാട്ട് സ്ലോ ആണ് പാട്ട് സ്ലോ ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മളൊരു ചില പാട്ട് സ്പീഡാണ് ചവിട്ടിയ. അപ്പൊ അനിരുദ്ധിന്റെ ഒക്കെ പാട്ടിട്ട് പോയാൽ റേഞ്ച് റേഞ്ച് പറയും. അതപ്പോ സ്പീക്കേഴ്സ് ഒക്കെ കാണുമ്പോ തന്നെ നമുക്കൊരു ഇതാണല്ലോ. എങ്കിലും നോർമലി നമുക്കൊരു 418 തന്നെ എപ്പോഴും കിട്ടും. എപ്പോഴും കിട്ടും. അത് ഉറപ്പായിട്ട് കിട്ടുന്നുണ്ട് എനിക്ക്. അത് ഈവൻ ഈ ഒരു വളരെ മോശം വഴി കൂടെ നമ്മൾ ഓടിച്ചു പോകുമ്പോഴൊക്കെ കിട്ടുന്നുണ്ട്. അത് ഇപ്പൊ വന്നിട്ട് അതിൽ പിന്നെ വലിയ ട്യൂണിങ്ങോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇതിൽ ചെയ്തു വെക്കാനായിട്ട്. അപ്പൊ ആ നോർമൽ ഒരു ഓടിക്കലാണ്. അപ്പൊ ഡെയിലി ഞാനിപ്പോ ഒരു 70, 80, 100 കിലോമീറ്ററിൽ താഴെ വരുന്നുണ്ട്. അതൊരു 10-20% ഒക്കെയാണ് അതിന്റെ ബഫർ വരുന്നത്. പിന്നെ ഞാൻ മോസ്റ്റ്ലി ഇപ്പൊ എന്റെ ഡെയിലി ഡ്രൈവ് ആണ് വരുന്നത്. ഇപ്പൊ ഞാനിത് ഒരു വർഷം ജസ്റ്റ് കഴിഞ്ഞു 30,000 കിലോമീറ്റർ ഓടി. ഇതിനകത്ത് തന്നെ ഇപ്പൊ എന്റെ ഒരു മിക്കവാറും ഞാൻ വീട്ടിലിങ്ങനെ കമ്മ്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതിൽ ഞാൻ പുറത്ത് പോയിട്ട് ഒരു 10 മണിയെങ്കിലും മാക്സിമം ചാർജ് ചെയ്ത് കാണത്തുള്ളൂ. എല്ലാം വീട്ടിൽ തന്നെ. വീട്ടില് ഞാൻ ഫുൾ ചാർജ് എപ്പോഴും ഫുൾ 0 to നമ്മളങ്ങനെ ചെയ്യുന്നില്ലല്ലോ. എങ്കിലും ഒരു 3 hours ഇത് 11 kW ഒരു ചാർജറാണ് തരുന്നത്. പിന്നെ അല്ലാതെ തന്നെ ഞാൻ മിക്കവാറും ഓവർനൈറ്റ് സ്ലോ ചാർജിൽ കുത്തിയിടും. കാര്യം എന്റെ ആ പാർക്ക് ചെയ്യുന്നതിന്റെ അടുത്ത് തന്നെ ആയിട്ട് ആ ഒരു പ്ലഗും ഉണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ ഓൾറെഡി കേബിൾ തരുന്നുണ്ട്. അങ്ങനെ എല്ലാ അഡ്വാൻറ്റേജും. ഫാസ്റ്റ് ചാർജ് എത്ര നേരം നോക്കിയിട്ടുണ്ടോ? എന്താണ് ഫാസ്റ്റ് ചാർജിൽ എത്ര നേരം എടുക്കുന്നുണ്ടോ? ഫാസ്റ്റ് ചാർജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും വലിയ ഇതിൽ തിയറിറ്റിക്കലി ഹൈ വോൾട്ടേജ് ഉള്ളത് വരുമെങ്കിലും നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഡിഫറൻസ്. ഇപ്പൊ 30 kW ഒരു ചാർജർ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു കുറെ നേരം പോസ്റ്റ് ആണ് പോലെ തോന്നും. പക്ഷെ ഒരു 60 kW ചാർജർക്ക് വരുമ്പോൾ വളരെ സ്പീഡിൽ ചാർജ് ആയി വരും. 60ക്ക് മേളിലുള്ള ഒരു ചാർജർ ഞാൻ അങ്ങനെ ഒരു തിയറിറ്റിക്കലി ഇവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പൊ കിയയുടെ അകത്തൊക്കെ എന്തോ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഇവരുടെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അവിടെ ചെങ്ങന്നൂരൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നു. പക്ഷെ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പൊ 60 ലക്ഷം രൂപയുടെ പ്രീമിയം വാഹനം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലുള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് സർവീസ് കോസ്റ്റ് ആണ്. ഒരു വർഷത്തിൽ എന്ത് സർവീസ് കോസ്റ്റ് വന്നിട്ടുണ്ട്? ഇത് 3 വർഷത്തേക്ക് ഇതിന്റെ സർവീസ് എല്ലാം ഫ്രീ ആണ് ഉള്ള ഒരു രീതിയിലാണ്. പിന്നെ എക്സ്റ്റൻഡ് വാറന്റി 6 വർഷം എടുത്ത് 8 കൊല്ലം വാറന്റിയാണ്. അപ്പോൾ ഈ 6 കൊല്ലത്തിനുള്ളിൽ ഞാൻ മുതലാക്കും എന്ന് ഉറപ്പിച്ചോണ്ടങ്ങ് എടുത്തു. ഒരു വർഷം കൊണ്ട് 30,000 ഓടിച്ചെങ്കിൽ മുതലാക്കുമെന്ന് ഉറപ്പാണ്. ഇപ്പോഴുള്ള ഒരു ആശങ്ക ഉണ്ടല്ലോ, അതായത് കൂടുതൽ ഓടുമ്പോൾ ബാറ്ററി റീപ്ലേസ്മെന്റ് വേണ്ടി വന്നാലുള്ള വലിയൊരു ചെലവ്. അതിനെപ്പറ്റിയൊക്കെ ആദ്യമേ ആലോചിച്ചിട്ടുണ്ടോ? അതിനെപ്പറ്റി ആലോചിക്കാതിരുന്നിട്ടില്ല. കാര്യം ഇതിനകത്ത് ഞാൻ വന്നിട്ടപ്പോൾ ഞാൻ വേഴ്സ്റ്റ് കേസിൽ ഒരു കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 8 വർഷം കഴിഞ്ഞ് 9 വർഷം ആയപ്പോൾ എൻ്റെ ബാറ്ററി ഫുള്ള് റീപ്ലേസ് ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പോൾ എത്ര ചാർജ് വരുമെന്ന് വെച്ചു. അപ്പോൾ ബാറ്ററി ഇതെല്ലാം യൂണിറ്റ് ആണ് എങ്കിൽ ഫുള്ളായിട്ട് മാറ്റിയാലും അന്ന് 13 ലക്ഷം രൂപ വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു 8 കൊല്ലം കഴിഞ്ഞ് 9 കൊല്ലം കഴിഞ്ഞ് ബാറ്ററി മുഴുവൻ മാറ്റുകയാണ്. അപ്പോൾ എനിക്കൊരു പുതിയ വണ്ടിയാണ്. പക്ഷേ ഒരു 8 കൊല്ലം കഴിഞ്ഞ് ഒരു എഞ്ചിൻ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ റിലയബിലിറ്റി കിട്ടില്ല. ബാറ്ററി എന്ന് പറയുമ്പോൾ നമുക്ക് ഓക്കെ ഒരു പ്ലഗബിൾ ഫീൽ ആണ് വരുന്നത്. സോ അത് വണ്ടിയുടെ മോട്ടർ ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ആ പുതിയ വണ്ടി പോലെ തന്നെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ. പിന്നെ അന്നൊരു അപ്ഗ്രേഡഡ് ബാറ്ററി ആയിരിക്കും. പിന്നെ ബാറ്ററിയുടെ റേറ്റ് ഒക്കെ അന്ന് വളരെ കുറയും എന്നൊക്കെയുള്ള ഒരു കാൽക്കുലേഷനിലും അസംഷനിലുമാണ് ഇരിക്കുന്നത്. പിന്നെ എല്ലാവരുടെയും മറ്റേ ഇപ്പോൾ വണ്ടി സെയിൽസിൽ പറയുന്ന ഒരു പഞ്ചുണ്ടല്ലോ, അതായത് വണ്ടി നിങ്ങൾ എടുക്കുമ്പോൾ ഇപ്പോൾ ഒരു കൊല്ലം വാറണ്ടി വന്നാൽ ഇപ്പോൾ ഒരു ഫ്രിഡ്ജ് വന്നു കഴിഞ്ഞാൽ അങ്ങ് കുറെ നാൾ നിൽക്കുമെന്നാണല്ലോ. ഇവർ 8 കൊല്ലം വാറണ്ടി തരുന്നുണ്ടെങ്കിൽ കുറെ നിൽക്കണം എന്നാണ് തിയറി. എന്താണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്താ? ഇതില് പല ഫീച്ചറുണ്ട്. എങ്കിലും എടുത്ത് ഞാൻ പറയുന്നത് 360 ക്യാമാണ്. അത് ഇപ്പോൾ നമ്മൾ അതിനകത്ത് വണ്ടി കയറിയിട്ട് ഒരു ക്യാം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സാറ്റലൈറ്റ് ആണെന്ന് ചോദിച്ചൊരു വളരെ അതുണ്ട്. അത് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പലരും തന്നെ ചോദിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലാണ്. അത്രയ്ക്ക് ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതൊരു ഫീൽ. അതും അതിന്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ ഒരു ബ്രേക്കിംഗ് ആണെങ്കിലും ഇപ്പോൾ അഡാസിന്റെ ഒക്കെ വെച്ചാൽ റിയർ ഓട്ടോ ബ്രേക്ക് ഒക്കെ ഉണ്ട്. അതൊരു രക്ഷയില്ലെന്ന് തന്നെ പറയും. ഫ്രണ്ട് ഓട്ടോ ബ്രേക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഇല്ല. ഞാൻ അത്യാവശ്യം അത് നോക്കിയേ ഞാൻ ഓടിക്കാറുള്ളൂ. എങ്കിലും ഞാൻ പറയാം, ഇപ്പം നമ്മൾ ഈ സാധാരണ വണ്ടി ഓടിക്കുമ്പോൾ ഈ മിറർ കയ്യിൽ തട്ടുന്ന ഒരു കേസ് ഉണ്ടല്ലോ, ഈ റേഞ്ചിലാണ് ഇവർ സ്കാൻ ചെയ്യുന്നത്. അത് കാരണം ഇങ്ങനെ ഓടി പോകുമ്പോഴത്തേക്കും നമ്മുടെ ചേട്ടനൊക്കെ ഇങ്ങനെ ഒന്ന് കൈ വീശിയാൽ മതി. അപ്പോൾ ഇവൻ കയറി ഒരു ചവിട്ടങ്ങ് തൊട്ടു. അപ്പോൾ ഒരു തവണ ഒരു ബൈക്കിൽ ഒരു പുള്ളി തൊട്ട് ബാക്കിൽ പതുക്കെ തന്നെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞാൽ സൈക്കിളും ഇതുമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ എല്ലാ സമയത്തും അഡ്വാൻറ്റേജ് തന്നെയാണ് ഉണ്ടായിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടി ഉണ്ടായിരുന്നെങ്കിലും തോന്നി എന്തെങ്കിലും ഫീച്ചർ ഉണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ എങ്കിലും ഇതിന്റെ സ്റ്റെപ്പിനി വരുന്നത് ഒരു ഓപ്പൺ ആയിട്ട് ഇത് വയ്ക്കുകയാണ്. അത് ഇൻസ്റ്റഡ് ഒരു നമുക്ക് എവിടെയെങ്കിലും ഇപ്പോൾ ബാറ്ററി ഉള്ളത് കൊണ്ട് അതിൽ വയ്ക്കാൻ പറ്റില്ല. എങ്കിലും ഇപ്പോൾ ഇതിൽ ഫ്രങ്ക് അതുപോലത്തെ ഇതിനുള്ളിലൊക്കെ ഉണ്ടല്ലോ സ്പേസ്, എവിടെയെങ്കിലും വെച്ചാൽ നല്ല എന്നുള്ള കാര്യം. ആ സ്റ്റെപ്പിനി വെച്ചോണ്ട് നടക്കുമ്പോൾ അതൊരു സ്പേസ് കുറയുന്നുണ്ട്. അതിപ്പോൾ ഞാൻ ഒരു ടയർ ഇൻഫ്ലേറ്ററും ഒക്കെ വെച്ചിട്ട് ഞാൻ സ്റ്റെപ്പിനി എടുത്ത് പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ എന്നാലും അത് അത്ര റിലയബിൾ അല്ല. വൈഫ് ഓടിക്കാറുണ്ടോ? വൈഫ് ഭയങ്കര ഞങ്ങൾ പെണ്ണ് കാണലിൽ പോയി വണ്ടിക്കഥ പറഞ്ഞുകൊണ്ടിരുന്ന ടീംസാണ്. അങ്ങനെ ആ വണ്ടി പ്രാന്ത് പോകുന്നതാണ് ഞങ്ങൾ ഈ വണ്ടിയിൽ എത്തിയത്. വൈഫ് എങ്ങനെ ഓടിച്ചിട്ട് വൈഫിന് അതാണ്. അപ്പൊ ഞങ്ങളൊരു കോഡിയാക്ക് വന്ന് ഷോർട്ട് ലിസ്റ്റ് ഉണ്ടായിരുന്നു അന്ന് ഭയങ്കര. അപ്പൊ ഇതിന്റെ അപ്ഗ്രേഡ് വരും. അതിപ്പോ ഒരു വർഷമായിട്ട് വന്നില്ല, പക്ഷെ പുറത്തിറങ്ങി അത്. അപ്പൊ എനിക്ക് പഴയൊരു വണ്ടി എടുക്കാൻ ഒരു മടി വന്നു. അപ്പൊ അതുപോലെ തന്നെ വൈഫ് പറഞ്ഞൊരു യൂസ് കേസ് ഒരു ആന വണ്ടി എടുത്തിട്ട് ഇങ്ങനെ ഓടിക്കുമെങ്കിലും അതൊരു ഹാൻഡി അല്ല എന്ന് തോന്നിയിട്ടുണ്ട്. ഇത്
വളരെ കംഫർട്ടാണ്. പിന്നെ 2 കീ വരുമ്പോൾ ഇപ്പോൾ ഒരു സെക്കൻഡ് കീ അവളുടെ പേരിൽ ടാഗ് ഇരിക്കും. അപ്പോൾ അത് ഉപയോഗിച്ച് കയറി കഴിഞ്ഞാൽ തന്നെ സീറ്റ് പൊസിഷൻ ഒക്കെ ഡിജിറ്റൽ കീ ആണ്. അതെല്ലാം നല്ല രീതിയിൽ. ശരിക്കും 1 കിലോമീറ്ററോടെ എത്ര രൂപ എന്ന് കണക്കാക്കിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇതിൽ ശരിക്കും പറഞ്ഞാൽ അന്ന് ആദ്യമേ സോളാർ വെക്കണം എന്നുള്ള രീതിയിലാണ് ഒന്ന്. പക്ഷേ എൻ്റെ കറണ്ട് ചാർജ് ഇപ്പോൾ ഈ ഒരു ഓട്ടത്തിൽ എനിക്കൊരു 5000 രൂപ ആ വ്യത്യാസമൊക്കെ വന്നിട്ടുള്ളൂ. അത് ഞാൻ അടിച്ച പെട്രോളിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ 5000 രൂപ ഒരു മാസം കൂടിയിട്ടുണ്ട്. ഒരു മാസം കൂടിയിട്ടില്ല, 2 മാസം കൂടിയിട്ടുണ്ട്. അത്രയും ഉണ്ട്. അതെ, ഇപ്പൊ 30,000 കിലോമീറ്റർ ഹോണ്ട ജാസ് ഓടിച്ചിരുന്നെങ്കിൽ എത്ര രൂപ വരുമാനം മാത്രം ആലോചിച്ചാൽ മതി. 3 ലക്ഷം രൂപ വന്നേനെ, മിനിമം 3 ലക്ഷം രൂപ ഉറപ്പായിട്ട് വരാൻ. അപ്പൊ വന്നിട്ട് അത് ഞാൻ ആ കോവിഡിന്റെ ടൈമിൽ കുറെ നാൾ ഓടിക്കാതിരുന്നതുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് ഓടിച്ചിട്ട് നല്ല രീതിയിൽ ഒരു വർഷക്കണക്കിന് വരുന്നുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ 3 ലക്ഷം രൂപ വരുമായിരുന്നെങ്കിൽ ഇത് എനിക്ക് 30,000 രൂപ തീർന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ വില നിങ്ങൾ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതാണ്. ഇത് ആദ്യം കൊടുക്കുമ്പോൾ 60 ലക്ഷം രൂപ എന്ന് പറയുന്ന ആ ഒരു കണക്ക് നിങ്ങൾ ആലോചിച്ചാൽ മതി, എത്ര പെട്ടെന്ന് അത് അതാണ്. കവേർഡായി. പിന്നെ നമ്മൾ എപ്പോഴും നമ്മളൊരു 20 ലക്ഷം അല്ലെ ആ സമയത്ത് വിലക്കൊക്കെ ഉള്ള ഒരു വണ്ടി ഇപ്പൊ എടുക്കുമ്പോൾ ഇതിന്റെ ഒരു ഇക്വലന്റ് ഗ്യാസലിൻ മോഡൽ ഉണ്ടാവും. അതിന്റെ വില വ്യത്യാസം ഒരു 4 ലക്ഷം 5 ലക്ഷം ആയിരിക്കും. അപ്പൊ ഇതൊരിക്കലും നമ്മളൊരു കാൽക്കുലേഷനിലേക്ക് പോകും. പക്ഷെ ഇതിപ്പോ ഞാൻ എടുത്തപ്പോൾ ശരിക്കും ഇത് രണ്ടും ആ ഓഫറും കൂടെ വന്നേ പിന്നെ എനിക്ക് ഇതിന്റെ ഗ്യാസലിനും പെട്രോളും സെയിം വിലക്കാണ് വന്നത്. ഇതിൽ അഡീഷണൽ ഫീച്ചേഴ്സ് കുറെ അധികം ഉണ്ടായിരുന്നു. പിന്നെ സർവീസ് കോസ്റ്റ് നോക്കണം. സർവീസ് കോസ്റ്റ് വളരെ ഹോണ്ടയുടെ വണ്ടികൾക്ക് നല്ല സർവീസ് കോസ്റ്റ്. അതെ, അത് ഞാൻ അവരോട് ചോദിച്ചിരുന്നു. മറ്റേ അപ്പോൾ ഇതിന്റെ സർവീസ് ഇപ്പൊ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വാങ്ങിക്കും 3 കൊല്ലം കഴിഞ്ഞാൽ? അപ്പൊ പറഞ്ഞു ഞങ്ങൾ ചെയ്യുന്ന പണി വെച്ചിട്ട് പകുതി പോലും വാങ്ങിക്കരുത്, കാര്യം ഒന്നുമില്ല. വാങ്ങിക്കുന്നത്. അപ്പൊ എന്തായാലും വളരെ നല്ല ഒരു തീരുമാനമായിരുന്നു ഈ വാഹനം എന്നുള്ള സംശയമില്ല. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വോൾവോയുടെ പഴയ വണ്ടികളുടെ പ്രശ്നം കാണാൻ വലിയ ഭംഗിയുണ്ടായിരുന്നില്ല, ഇന്റീരിയർ കുറച്ച് ഒത്തിരി ഡേറ്റഡ് ആയിരുന്നു. പക്ഷെ അതൊക്കെ പോയിട്ട് ഇപ്പം എല്ലാ തരത്തിലും ഗംഭീര വാഹനങ്ങളാണ് വോൾവോയുടെ. അതിപ്പം നമ്മളിപ്പം ബെൻസ് അല്ലെങ്കിൽ BMW പോലുള്ള വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യാവുന്ന രീതിയിലേക്ക് ഇവരുടെ ഇന്റീരിയർ എല്ലാം അപ്ഗ്രേഡ് ചെയ്തിട്ട് വന്നിട്ട്. അപ്പൊ എന്തായാലും അതുപോലെ തന്നെ റീസെയിൽ വാല്യൂ, പണ്ട് റീസെയിൽ വാല്യൂ കുറവായിരുന്നു. XC40 ഒക്കെ റീസെയിൽ വാല്യൂ കണ്ടു, എന്താ റീസെയിൽ വാല്യൂ എന്നറിയോ? അപ്പൊ എന്തായാലും സന്തോഷം. ഭാര്യയോട് അന്വേഷണം പറഞ്ഞേക്ക്. വീണ്ടും കാണാം. താങ്ക് യു. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്ന ജനങ്ങളെല്ലാവരും ആശങ്കയില്ലാതെ നേരെ EV-കൾ വാങ്ങിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. തന്നെയല്ല, നമ്മളിന്ന് സംസാരിച്ച എല്ലാവരും തന്നെ EV-കളുടെ കാര്യത്തിൽ വളരെ ഹാപ്പിയാണ്. വളരെ ചെറിയ റണ്ണിങ് കോസ്റ്റിൽ എല്ലാവരും വാഹനം ഓടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും EV വാങ്ങിക്കാൻ സമയമായി എന്നാണ് ഇന്നത്തെ എപ്പിസോഡ് വ്യക്തമാക്കുന്നത്. അപ്പോൾ റാപ്പിഡ് ഫെയറിൻ്റെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. ബൈ.